ട്രംപിന്റെ ചർച്ചാശ്രമം പരാജയം. ഉത്തര കൊറിയ 10 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും ആശങ്കയുടെയും സംഘർഷത്തിന്റെയും അന്തരീക്ഷം പുകയുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി ഈ വർഷം അവസാനം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്ത് പ്യോങ്യാങ് തങ്ങളുടെ മറുപടി നൽകിയിരിക്കുന്നു. അമേരിക്ക സമാധാന ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടും ജപ്പാൻ കടലിലേക്ക് തുടർച്ചയായി 10 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടാണ് ഉത്തര കൊറിയ തങ്ങളുടെ ശക്തിപ്രകടനം നടത്തിയത്. പ്യോങ്യാങ്ങിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് സ്ഥിരീകരിച്ചു. റഡാർ നിരീക്ഷണങ്ങൾ അനുസരിച്ച് വിക്ഷേപിച്ച മിസൈലുകൾ ഏകദേശം 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും സമുദ്രനിരപ്പിൽ നിന്ന് 90 കിലോമീറ്റർ വരെ ഉയരത്തിൽ എത്തുകയും ചെയ്ത ശേഷമാണ് കടലിൽ പതിച്ചത്. ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് ഇവ പതിച്ചതെന്ന് ജപ്പാനീസ് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് വർഷം തോറും നടത്തുന്ന ഉൾച്ചി ഫ്രീഡം ഷീൽഡ് സംയുക്ത സൈനിക പരിശീലനം നടന്നുകൊണ്ടിരിക്കെയാണ് ഉത്തര കൊറിയയുടെ ഈ മാരകമായ ആയുധ പരീക്ഷണം. ഈ സൈനിക അഭ്യാസങ്ങൾ തങ്ങളെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കമാണെന്നാണ് ഉത്തര കൊറിയ എപ്പോഴും ആരോപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ സൈനിക പരിശീലനം മുൻപത്തേതുപോലെയായിരുന്നില്ല. സമാധാന ചർച്ചകൾക്കുള്ള വഴി തുറക്കാൻ ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ വ്യായാമങ്ങളുടെ ദൈർഘ്യവും വ്യാപ്തിയും ഗണ്യമായി കുറച്ചിരുന്നു. US പ്രതിരോധ വകുപ്പ് നേരിട്ട് പങ്കാളിത്തം ചുരുക്കാൻ ഉത്തരവിടുകയായിരുന്നു. പക്ഷേ US-ന്റെ ഈ നിലപാട് മാറ്റത്തെ ഉത്തര കൊറിയ തീരെ കാര്യമായി എടുത്തില്ല. കിം ജോങ് ഉന്നിന്റെ സഹോദരിയും മുതിർന്ന നേതാവുമായ കിം യോ ജോങ് നൽകിയ പ്രസ്താവനയിൽ സൈനിക പരിശീലനത്തിന്റെ വലിപ്പം കുറച്ചുകൊണ്ട് അതിന്റെ ആക്രമണാത്മക സ്വഭാവം മാറുന്നില്ലെന്ന് തുറന്നടിച്ചു. അമേരിക്കയുടെ ഈ നീക്കം തങ്ങളോട് കാണിക്കുന്ന വലിയ നയതന്ത്ര സൗഹാർദ്ദമായി കരുതേണ്ടതില്ലെന്നും കിം യോ ജോങ് വ്യക്തമാക്കി. എന്നിരുന്നാലും ട്രംപും കിം ജോങ് ഉന്നും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും മികച്ചതാണെന്ന് അവർ സമ്മതിച്ചു. ട്രംപും കിമ്മും തമ്മിൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ഈ ആയുധ പരീക്ഷണം നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2018-ലും 2019-ലും ഇരു നേതാക്കളും നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ആണവ നിരോധ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഉത്തര കൊറിയയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നത് സംബന്ധിച്ച തർക്കങ്ങളാണ് അന്നത്തെ ചർച്ച പരാജയപ്പെടാൻ കാരണം. അതിനുശേഷം കിം ജോങ് ഉൻ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ നിന്ന് അകലം പാലിക്കുകയും തങ്ങളുടെ ആണവായുധ ശേഖരം കൂടുതൽ ആധുനികവൽക്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മിസൈൽ വിക്ഷേപണത്തെ തുടർന്ന് ദക്ഷിണ കൊറിയയിൽ അടിയന്തര ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. ഇത്തരം നിയമവിരുദ്ധവും പ്രകോപനപരമായ കാര്യങ്ങൾ നിർത്തണമെന്ന് അവർ പറയുന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഉത്തര കൊറിയ നിരന്തരം ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നത്. പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയാകുന്ന ഈ നടപടിയെ ദക്ഷിണ കൊറിയയും ജപ്പാനും അമേരിക്കയും ശക്തമായി അപലപിച്ചു. പ്യോങ്യാങ്ങിന്റെ പക്കൽ നിലവിൽ 80 മുതൽ 120 വരെ ആണവവാഹക ശേഷിയുള്ള യുദ്ധശിരസ്സുകൾ ഉണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇത് മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന സംഖ്യയാണെന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ ആണവ പദ്ധതികൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഉത്തര കൊറിയ മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ ഒരു ആണവ ശക്തിയായി അംഗീകരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് പ്യോങ്യാങ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയുമായി സൈനിക സഖ്യം ശക്തമാക്കിയ ഉത്തര കൊറിയ മുൻപത്തേക്കാൾ കൂടുതൽ സ്വാധീനശക്തി കൈവരിച്ചാണ് നിലനിൽക്കുന്നത്. അതിനാൽ അമേരിക്കയുടെ ചെറിയ വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രം അവർ ചർച്ചകളിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയില്ല. മിസൈൽ പരീക്ഷണത്തിന് ശേഷവും കൂടുതൽ ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഉത്തര കൊറിയൻ ഭരണകൂടം നൽകുന്ന സൂചന. ഏഷ്യ പസഫിക് മേഖലയിൽ US സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ നീക്കങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു. ഒരേ സമയം നയതന്ത്ര സംഭാഷണങ്ങളുടെ വാതിൽ തുറന്നിടുകയും മറുഭാഗത്ത് ഒന്നിനു പുറകെ ഒന്നായി ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഉത്തര കൊറിയയുടെ ഇരട്ടത്താപ്പ് നയം വരും ദിവസങ്ങളിൽ US വിദേശ നയത്തെ കടുത്ത
സമ്മർദ്ദത്തിലാഴ്ത്തും.